രാമക്ഷേത്രം, അയോധ്യയിലെ രാമക്ഷേത്രം, രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിലെ അതിൻ്റെ ഭരണമായിട്ട് ബന്ധപ്പെട്ടുള്ള അഴിമതി കഥകൾ വായിക്കാനിടയായി. ഞെട്ടിപ്പോന്നതാണ്. കാരണം ഈ വിശ്വാസികളെന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, ആളുകൾക്ക് വിശ്വാസം മൂത്ത് ഒരുപാട് പണം കൊണ്ട് തള്ളി കൊടുക്കും ഇഷ്ടംമാതിരി. അത് അവസാനം ഈ പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന ആളുകളുണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് 7 പേരെ SIT ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ആ അറസ്റ്റ് ചെയ്ത ആളുകൾ അതിൽ ഒരുത്തൻ്റെ വീട്ടിൽ നിന്ന് 20 ലക്ഷം രൂപ കണ്ടെടുത്തത്. പണം എണ്ണി തിട്ടപ്പെടുത്തുന്നവനാണ്. എണ്ണുമ്പോൾ ഇതിങ്ങനെ ഒട്ടുമല്ലോ കയ്യിൽ, അതാണ് സംഭവം. ഒട്ടിരിക്കും. അറിയത്തില്ല, വീട്ടിൽ കൊണ്ടുവന്ന് കൈ കഴുകുമ്പോഴൊക്കെ താഴെ വീഴുന്ന പണമായിരിക്കും. അവിടുത്തെ കൊള്ളയെക്കുറിച്ച് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ സങ്കടം തോന്നി. ഈ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആ കാര്യത്തിലുള്ള ഒരു സങ്കടമാണ്. അതായത് 200 കോടി മുതൽ 1200 കോടി രൂപ, 1200 2000 കോടി രൂപ വരെ അവിടുന്ന് അടിച്ചുകൊണ്ട് പോയെന്നാണ്. അവിടെ വെള്ളി, അതുപോലെ തന്നെ സ്വർണം, രത്നങ്ങൾ, ഇതെല്ലാം അവിടെ ഭഗവാന് കാണിക്കയായിട്ട് കൊടുക്കും. ഈ കൊടുക്കുന്ന അത് മുഴുവൻ ഇതുപോലെ അടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയ വെള്ളിക്കട്ടകളുണ്ടല്ലോ, വലിയ വെള്ളിക്കട്ടകൾ, അത് ഏതാണ്ട് 60 കിലോ വെള്ളിക്കട്ട ഉണ്ടായിരുന്നു. അതും ഒന്നും കാണാനില്ല. അതിങ്ങനൊരു സംഭവം അവിടെ കിട്ടിയതായിട്ട് പോലുമുള്ള രേഖയില്ല. സ്വർണം അതേപോലെ തന്നെ ഒരുപാട് സ്വർണം. അത് ഈ മഹാകുംഭമേള നടന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അപ്പോൾ ആ സമയമാണ് നോക്കിയാണ് ഇത് മുഴുവൻ അടിച്ചു മാറ്റിയത്. എന്നിട്ട് എന്താണെന്നറിയാം, അവിടുത്തെ CCTV അങ്ങ് ഓഫ് ചെയ്തു. ദൃശ്യങ്ങൾ ഒന്നും വരാതിരിക്കാൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നത്. ഈ കള്ളന്മാരെ എല്ലാം പിടിക്കണ്ടേ ഇതിൻ്റെ പുറയിൽ? അത് എളുപ്പമൊന്നുമല്ല. കാരണം ഇവർക്ക് കോടികളെന്ന് പറയുന്നത് പ്രശ്നമല്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, 200 കോടി മുതൽ 2000 കോടി രൂപ വരെ ഉള്ള കൊള്ളയാണ് നടന്നേക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ശരിയായിട്ട് അന്വേഷിക്കണം. അത് അന്നത്തെ MP ബ്രിജ്ഭൂഷൺ സിംഗ് പറഞ്ഞതാണെങ്കിൽ വളരെ രസകരമായ കാര്യമാണ്. അദ്ദേഹത്തിന് ഈ കൊള്ളയെക്കുറിച്ച് അറിയാമായിരുന്നു അയാൾക്ക്, കേട്ടോ, അവിടെ നടക്കുന്നത്. എന്നിട്ടൊരു MP ആയിരുന്ന ഒരാളത് മറച്ചു വെച്ചത് എന്തുമാത്രം വലിയ ഒഫൻസാണ്. ഇതുപോലെ പബ്ലിക്, അതായത് പബ്ലിക് റിലീജിയസ്, പബ്ലിക്കിൻ്റെ പണം, അതായത് പൊതുജനങ്ങളുടെ പണം ഇതേപോലെ എടുത്തുകൊണ്ട് പോയ വിവരം അറിയാമായിരുന്നുവെങ്കിൽ അയാളത് ഒളിച്ചു വെച്ചത് ഏറ്റവും വലിയൊരു ഒഫൻസ് അല്ലേ? അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശരി, ഇപ്പോൾ ഒരു പരാതി വന്നു കഴിഞ്ഞപ്പോൾ അത് അന്വേഷിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് യോഗി ആദിത്യനാഥ് ഒരു SITയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അന്വേഷണം അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് ഈ കൊള്ളകളെല്ലാം ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വെളി വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കൊള്ളയാണ് നടന്നേക്കുന്നത്. ഇത് മാത്രമല്ല, ഇതേപോലെ പേര് പിടിക്കുന്ന ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്, കേട്ടോ. ഈ ബാബറി മസ്ജിദ് തകർത്തിട്ടാണല്ലോ അവിടെ ഈ രാമക്ഷേത്രം പണിഞ്ഞത്. അതേപോലെ ഇപ്പം മധുരയിൽ ഒരു നടക്കുന്ന സംഭവം നമുക്കറിയാമല്ലോ. അവിടെ മധുരയിൽ ഇതേപോലെ തന്നെ ക്ഷേത്രത്തിലും ഇതിൻ്റെ അപ്പുറത്തെ കൊള്ള നടന്നതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് വെളി വരുന്നു ഇന്ന്. ഇത് യഥാർത്ഥത്തിൽ ഈ വിശ്വാസികളെന്ന് പറയുന്ന സമൂഹം ഉണ്ടല്ലോ, ഇവർ ഇതുപോലെ ആളുകളെ ദൈവത്തിന് ഇതിനാ പണം, ദൈവത്തിന് സ്വർണം, രത്നം, വെള്ളി, ഇതൊക്കെ എന്തിനു ദൈവത്തിന് ഈ പണം? ദൈവത്തിൻ്റെ പേരിൽ ഈ പണം എവിടൊക്കെ കൊടുക്കുന്നുണ്ടോ അവിടെ മുഴുവൻ കളവും കൊള്ളയാണ് നടക്കുന്നത്. അല്ലാതെ നടക്കുന്ന ഉള്ള സ്ഥലങ്ങളില്ല, കാണാൻ പറ്റത്തില്ല. എനിക്കറിയാം, ഒരു ചർച്ച് പണ്ട് ഒരുപാട് ആളുകൾ ഒത്തുകൂടുന്ന ഒരു ചർച്ചുണ്ട്. അവിടെ അവസാനം അതിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഒരു അച്ഛൻ അന്നത്തെ കാലത്ത്, അന്ന് വലിയ തുകയായിരുന്നു, അത് ഏതാണ്ടൊരു 24 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് അങ്ങ് പോയി, മുങ്ങി. അപ്പോൾ അത് നടന്നതാണ്. പിന്നെ ഇതേപോലെ ഒരുപാട് എവിടൊക്കെ ഉണ്ടോ അവിടെ എല്ലാം
അതായത് ഈ വിശ്വാസികൾ കൊടുക്കുന്ന പണം അത് ഏത് വിധത്തിലുള്ള വിശ്വാസമുള്ള ആളുകളായാലും ശരി, അതിൽ യഥാർത്ഥത്തിൽ ഈ ഈ പണപ്പിരിവ് പണം വരവ് എവിടൊക്കെ ഉണ്ടോ അവിടെ എല്ലാം പ്രശ്നങ്ങളാണ്. അതല്ലെങ്കിൽ അതേപോലെ ശരിയായ ഒരു ട്രസ്റ്റ് നല്ല രീതിയിൽ അത് നടത്തണം. അന്തസ്സായിട്ടുള്ള ആളുകൾ, അഴിമതിരഹിതരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ പുറകെ കാണണം. ഇത് കാണത്തില്ല. കാരണം എന്താണെന്നറിയോ? ഈ ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവർക്കാണ് ഈ ഭയമില്ലാത്തത്, ദൈവത്തിനെ പേടിയില്ലാത്തത്. ദൈവത്തിൻ്റെ പണം എടുത്തുകൊണ്ട് പോയി പുട്ടടിക്കുന്ന നിയമന്മാരാ. കാര്യം ദൈവത്തിനെ ഇത് ആരും ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ള നമ്മൾ കണ്ടതാണ്. എവിടെയൊക്കെ ഇതുപോലെ എത്ര ക്ഷേത്രങ്ങളിലാണ് കൊള്ള നടക്കുന്നത്? ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, ഒരുപാട്. അപ്പോൾ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കാശ് കളയരുത് ആളുകൾ. ദൈവത്തിന് പണം കൊടുത്ത് ദൈവത്തിനെ സ്നേഹിക്കാൻ മാർഗമുണ്ട്. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസമുള്ളവൻ പണം കൊടുത്താലേ ഈശ്വരൻ അവരെ അനുഗ്രഹിക്കത്തുള്ളൂ. ഈശ്വരൻ എന്തിനാ പണം? അതൊന്ന് ചിന്തിക്കണ്ടേ? ഈ പണം, ഈ കൊടുക്കുന്ന പണം ഈ അമ്പലങ്ങളിലും പള്ളികളിലും, മുസ്ലിം പള്ളിയിലായാലും ക്രിസ്ത്യൻ പള്ളികളിലായാലും അമ്പലങ്ങളിലായാലും ഇവിടെയൊക്കെ കൊടുക്കുന്ന പണം ഉണ്ടല്ലോ, അത് ഈ പാവങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താലൊന്ന് വിധിച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്രയോ പുണ്യം കിട്ടും. ഒന്നുമില്ലെങ്കിൽ അവരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ? ഇതൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഇതിലൊക്കെ കൊണ്ടുവന്ന് പണം ഇങ്ങനെ വാരിക്കളയാതെ അവിടെ വിശ്വാസമെന്നും പറഞ്ഞ് ഇതങ്ങ് കൊടുക്കും. ഭഗവാന് കാണിക്ക കൊടുത്താൽ അങ്ങനൊന്നുമില്ല. നിങ്ങൾ ഒരു നാണയത്തൊട്ട് കൊടുത്തോളൂ, 1 രൂപ, ഒരു കുഴപ്പമില്ല, നല്ലതാണ്. അത് നിങ്ങൾ കൊണ്ട് ഇത് തൊഴുകണം, അമ്പലത്തിൽ പോയി തൊഴുകണം, പ്രാർത്ഥിക്കണം, പള്ളിയിലായാലും പോയി പ്രാർത്ഥിക്കണം, അതിനൊന്നും തെറ്റില്ല. പക്ഷേ അവിടെ ദൈവത്തിന് കൈക്കൂലി കൊടുത്താലേ ദൈവം ഇതൊക്കെ സ്വീകരിക്കത്തുള്ളൂ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കൊള്ളകൾ ഇല്ലാതാകണമെങ്കിൽ എന്താണെന്നറിയോ ചെയ്യേണ്ടത്? ഈ വിശ്വാസികളാണ് ഈ ആളുകളെ വഴിതെറ്റിക്കുന്നത്. കാരണം ഈ പണം ഇങ്ങനെ ഇഷ്ടം പോലെ കുമിഞ്ഞു കൂടുന്ന കാണുമ്പോൾ കണ്ട് മഞ്ഞളിക്കാതെ എടുത്തുകൊണ്ട് പോവും, വീട്ടിൽ എടുത്തുകൊണ്ട് പോയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് അവർക്കറിയാം. അതാ കാര്യം. ഇത് തന്നെ പിടുത്തം വീണത് ഒരു പരാതി വന്നപ്പോൾ ഇങ്ങനൊരു അന്വേഷണത്തിന് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു. അവർ അന്വേഷണത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരുത്തൻ്റെ വീട്ടിൽ നിന്ന് 20 ലക്ഷം രൂപ. ഇതുപോലെ എത്ര പേരുടെ കയ്യിലാണ് ഈ പണം പോയിക്കുന്നത്? 200 കോടി മുതൽ 2000 കോടി രൂപ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ പൊതുജനങ്ങളോട് ചെയ്യുന്ന ഈ ദ്രോഹം ഇതാണ് എല്ലായിടത്തും നടക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഈ വിശ്വാസമുള്ളവർ ദൈവത്തിന് കാശ് ഒരുപാട് കൊടുക്കാതെ ആ പണം എടുത്തുണ്ടല്ലോ പാവങ്ങൾക്ക്, നമുക്ക് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അവയവമാറ്റത്തിന് വേണ്ടി കിടക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അവർക്കൊക്കെ ഒന്ന് കൊടുക്ക്. അങ്ങനെങ്കിലും അവർ രക്ഷപ്പെടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് പുണ്യം കിട്ടും. അതാണ് വേണ്ട പുണ്യം. അല്ലാതെ ഭഗവാന് പണം കൊടുത്തല്ല നമ്മൾ പുണ്യം വാങ്ങേണ്ടത്. 1 രൂപ കൊടുത്തോളൂ, 1 രൂപ. ദൈവത്തിനടുത്ത് പോയിട്ട് നമ്മൾ പ്രാർത്ഥിച്ച 1 രൂപ അവിടെ കാണിക്കിട്ടുള്ളൂ, നല്ലത്. അതിൽ കൂടുതൽ ആരും ഇടരുത്. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്.